നമ്മൾ ആന്ധ്രാപ്രദേശിലെ അല്ലക്കാട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. പോകുമ്പോൾ കണ്ട് അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ നിൽക്കുന്ന ഏരിയ അടാറ് കോറികളുള്ള ഏരിയ ആണ് കേട്ടോ. ഈ ഒരു ഷീറ്റിട്ട ഭാഗത്താ, അതിൻ്റെ അപ്പുറത്ത് അടാറ് കുണ്ടാണ്. അങ്ങോട്ടൊക്കെ കയറാൻ പറ്റില്ല, കാരണം അവിടെയൊക്കെ സെക്യൂരിറ്റിമാരുണ്ട്. ഓരോ കമ്പനികളാണ് ഈ നിൽക്കുന്നതൊക്കെ. നമ്മൾ ഈ വണ്ടി കണ്ടാൽ തന്നെ ഒരു കയറ്റില്ല, അതാണ് പ്രശ്നം. പിന്നെ വീട് എടുക്കാനുണ്ടായാൽ ചിലപ്പോൾ തടസ്സപ്പെടുത്താനൊക്കെ ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ അങ്ങോട്ട് കയറാത്തത്. ഇതൊക്കെ ഓരോ കമ്പനികളാണ് കേട്ടോ. അതായത് മാർബിൾ, ഗ്രാനൈറ്റ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കൂലേ, അങ്ങനത്തെ കമ്പനികൾ. അങ്ങനെ നമ്മൾ നിരന്ന ഭൂപ്രദേശത്ത് നിന്ന് മലയോരങ്ങളുള്ള ഏരിയയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ തന്നെ ഒരുപാട് കമ്പനികളാണുള്ളത്. കാണുന്ന കല്ലുകളൊക്കെ തന്നെ പൊട്ടിച്ചെടുത്തതിൻ്റെ ശേഷം ബാലൻസ് വരുന്നത് കൊടുന്നിട്ട് കൂട്ടി ഇട്ടതാണ് കേട്ടോ. അല്ലാതെ സാധാരണത്തെ കുന്നല്ല, വേസ്റ്റ് കല്ല് കൊടുന്നിട്ട് കുന്നുവിട്ടിട്ടാണ്. ഒരു ഏരിയയിലേക്കായിട്ട് ഇങ്ങനെ റോഡ് കാണുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് പോയേക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. എനിക്ക് തോന്നുന്നുണ്ട് അവിടെ നിന്ന് കാണാൻ സാധിക്കും എന്ന് തോന്നുന്നുണ്ട്. നമ്മളീ കാണുന്ന കുഴിയാണ് കേട്ടോ. അങ്ങോട്ട് നോക്കി എന്തോരം രസം അടിച്ചിട്ട് ഇവിടെ നിന്ന് കാണുമ്പോൾ. പക്ഷേ ഗ്രാനൈറ്റും മാർബിളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്ന സ്ഥലമാണ്. അടോറ് കുഴി. ഈ കാണുന്ന പ്രദേശത്തൊക്കെ തന്നെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ലൈനുകളുണ്ട്. ആ ഒരു കാണുന്ന പ്രദേശത്തെ ചുറ്റിക്കൊണ്ട് ഇതുപോലത്തെ നെറ്റുകൾ കൊണ്ടെല്ലാം വലയം ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങോട്ടൊന്നും കയറാൻ കഴിഞ്ഞോളന്നില്ല. അവിടെ പല വിധത്തിലുള്ള കമ്പനികളാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് തോന്നുന്നത്. ഓരോ ഏരിയ ഓരോ കമ്പനിക്കാണെന്നാണ് തോന്നുന്നത്. ഇവിടെയൊക്കെ തന്നെ ഒരുപാട് കല്ലുകളൊക്കെ കൊണ്ടുവരുന്ന വണ്ടികൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ വലിപ്പമുള്ള വണ്ടികളാണ് കേട്ടോ. ആ ഒരു വണ്ടിയൊക്കെ നോക്കുകയാണെങ്കിൽ എജ്ജാതി ലുക്കാണ്, എജ്ജാതി ഹൈറ്റാണെന്നുള്ളത്. നമ്മളെ ഫിലിമിലൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ അത്രയും വലിയ കോറികൾ കാര്യങ്ങളൊക്കെ. എന്തോരം വലിയ കോറി വെച്ചിട്ടപ്പോനോ, അലോക്കിൻ്റെ കോറി. ഇവിടെ നോക്കാണി വരുന്നേ, അതിൻ്റെ ഒരു വലിപ്പം നോക്കാണി. ഇത് നീളമൊന്നുമില്ല, പക്ഷെ ടയറും കാര്യങ്ങളും അതിൻ്റെ ആ ഒരു വലിപ്പേ അടോറ് സാധനം കേട്ടോ. ഏജാതി കോറിയാണ് അല്ലേ. ഇതൊക്കെ പൊട്ടിച്ചെടുത്ത ഭാഗങ്ങളാണ്. ഇന്നത്തെ ആ ദൂരം പരന്ന് കിടക്കുകയാണ്. അവിടെയൊക്കെ തന്നെ JCB വലിയ വലിയ ലോറികളൊക്കെ ഉണ്ട്. അതൊന്നും ഇവിടുന്ന് കാണാൻ കഴിയണില്ല. ഒരു ഉറുമ്പ് പോലെ അത്രേ ഉള്ളൂ വലിപ്പം ഇവിടുന്ന് നോക്കി കാണുമ്പോൾ. ഈ കാണുന്നത് പോലത്തെ പീസുകളാണ് അവിടുന്ന് പൊട്ടിച്ചെടുക്കുന്നത്. പിന്നെ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ഓരോ കമ്പനികളുണ്ട്. ആ കമ്പനിയിലേക്ക് സാധനം ഇവിടുന്ന് കയറ്റി കൊണ്ടുപോകും. അതിന് വേണ്ടിയിട്ടുള്ള ലോറിയാണ് ഇപ്പോൾ നമ്മളാ കണ്ട വലിയ ലോറികളൊക്കെ. ചിലപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് കയറ്റാനായിട്ടുള്ളതായിരിക്കാം. പിന്നീട് വലിയ ലോറികളിലാണ് ഈ സാധനങ്ങളൊക്കെ ഇവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുക. എജ്ജാതി വലിപ്പമുള്ള ബോക്സ് ടൈപ്പാണ് നോക്കുകയാണെങ്കിൽ. എനിക്ക് പേടിയില്ല കേട്ടോ ഈ വീഡിയോ എടുക്കുമ്പോൾ. കാരണം ഇവിടെ ആരെങ്കിലും അത് തടയോ പിടിക്കാതുള്ള പേടിയില്ല. നമ്മളെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ തടച്ചിൽ കഴിഞ്ഞിട്ടുണ്ടാവും വീഡിയോ എടുക്കലൊക്കെ കണ്ടു കഴിഞ്ഞാൽ. എന്താണെന്ന് ഇതുവരെ ആരും ചോദിച്ചും പറഞ്ഞിട്ടൊന്നുമില്ല. എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ലോകം ഉണ്ടല്ലോ, നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ കണ്ണെത്താ ദൂരം ഈ കാണുന്ന ലോകമാണ് കേട്ടോ. മൊത്തം കോറികളാണ്ട് നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ തന്നെ കല്ലുകൾ ഇങ്ങനെ പൊട്ടിക്കുന്നുണ്ട്, വെടിവെച്ചകൾ കേൾക്കുന്നുണ്ട്, പലതും സംഭവിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. എന്താലേ. അതേപോലെ തന്നെ കട്ടകളൊക്കെ തന്നെ ഇങ്ങനെ വെട്ടി ഒതുക്കി വെച്ച സ്ഥലങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും പരിപാടി നടക്കുന്നുണ്ട്. കൊടും പറഞ്ഞിട്ട് ഇങ്ങനെ കേൾക്കണുണ്ട്. എത്ര ആളുകൾ ഇതിൽ തൊഴിലെടുക്കുന്നുണ്ടാവും. പല സ്ഥലത്തു നിന്നാണ് ഈ ഇങ്ങനെ വെടിയൊക്കെ വെച്ചേക്കണത്. പിന്നെ ആ തലക്കൊക്കെ കണ്ടില്ല, ആ താഴ്ന്ന മലകളൊക്കെ തന്നെ ഇവിടെ നിന്നുള്ള വേസ്റ്റുകൾ കൊണ്ടുപോയിട്ട് കുമ്പാരാക്കി ഇട്ടിക്കാണ് കേട്ടോ. അല്ലാതെ അത് കുന്നുകളല്ല, ഇവിടെ നിന്നുള്ള വേസ്റ്റുകൾ കയറ്റി അങ്ങനെ കുമ്പാരായതാണ്. ഈ വരുന്നത് നോക്കിയിട്ട് അപ്പോഴേ മനസ്സിലാവുള്ളൂ എത്രത്തോളം വലിപ്പുണ്ടെന്നുള്ളത്. നമ്മളെ മാലിക്കിന് ആ വണ്ടി കൂടെ നോക്കുകയാണ്. ഇപ്പോനോ അതിൻ്റെ ടയറിൻ്റെ അത്രയ്ക്ക് കൂടി ഇല്ലേ അവളെ വണ്ടി. എന്താലേ, ആദ്യമായിട്ടോ അത്രയും വലിപ്പമുള്ള വണ്ടികളൊക്കെ കാണുന്നത്. എന്താ വലിപ്പം. അങ്ങോട്ട് നോക്കടോ. കാണുന്ന മലകളൊക്കെ തന്നെ അങ്ങനെ ഉണ്ടായതാണ്. അവിടുന്ന് കിട്ടുന്ന വേസ്റ്റുകൾ കൊടുത്തിട്ട് കുന്നു കൂട്ടിയിട്ടിട്ടുണ്ടായതാണ് കേട്ടോ. ഇവിടെ തന്നെ നോക്കാൻ എത്രങ്ങാനും കരിങ്കല്ലുണ്ടെന്നുള്ളത്. ഇവിടെ അത്രയും ഖനനം നടന്നുകൊണ്ടിരിക്കുകയാണ്.
എന്തോ അല്ലേ, ഈ കാണുന്ന ഏരിയയിലൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അടോറ് കമ്പനികൾ, അതേപോലെ ഈ കമ്പനീൻ്റെ അപ്പുറത്തൊക്കെ ആയിട്ട് തന്നെ അങ്ങനത്തെ ഖനനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എന്തോ അല്ലേ, കേരളത്തിൽ നമുക്ക് സങ്കല്പിക്കാനും കൂടി കഴിയൂല, അത്രയും അടോറ് കോറി പൊന്നോ സംഭവിച്ച്. ഈ കാണുന്ന റൂട്ട് കൂടി പോയേക്കാം, കണ്ടാണി അവിടെയൊക്കെ പ്രകൃതി രമണീയമായ കാഴ്ചകൾക്കിടയിൽ കൂടിയാണ് ഈ കോറി ഖനനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്താ അറിയോ, കുത്തക മുതലാളിമാരെ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് കളിക്കുന്ന കളികളാണ് ഇതൊക്കെ. എനിക്കൊന്നും മൈൻഡിൽ സങ്കല്പിക്കാൻ കൂടി കഴിയില്ല, ഭയങ്കര ഷോക്കായി പോയി. അല്ല മറ്റേ ആ മതിലുകൾക്കുള്ളിൽ കൂടി ഇങ്ങനെ കാണുമ്പോൾ തന്നെ എനിക്ക് ഇതെന്തോ ഒരു ലോകം മാതിരിയാണ് തോന്നിയത്. പിന്നീട് ഡയറക്റ്റ് കണ്ടപ്പോൾ ഉണ്ടല്ലോ തള്ളിപ്പോയി കണ്ണ്. ഇവിടെയൊക്കെ പിന്നെ ക്രഷറുകളെ പോലത്തെ സംഭവങ്ങളാണ് കേട്ടോ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ അവിടെ നിന്നുള്ള ഈ ലൂസ് ആയിട്ടുള്ള സാധനങ്ങളില്ലേ, ഉപയോഗശൂന്യമായിട്ടുള്ള വലിയ കല്ലുകൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കി ബാലൻസ് ഇവിടെ കൊടുത്തുകൊണ്ട് ഇങ്ങനെ ചതച്ചെടുക്കുന്നതാവും. ഈ ഏരിയക്കൊക്കെ തന്നെ അങ്ങനത്തെ സാധനങ്ങൾ കൊടുത്ത് കുന്നു കൂട്ടുന്ന സ്ഥലമാണ് കേട്ടോ. അവിടെ നിന്ന് കിട്ടുന്ന മറ്റേ ബാലൻസ് വേസ്റ്റ് ഇല്ലേ, അത് കൊടുന്ന് കുന്നു കൂട്ടുന്ന സ്ഥലമാണ്. ഇവിടെ അങ്ങനെ ഖനനൊന്നും കാണാനില്ല. പക്ഷേ ഈ ഒരു പ്രകൃതി രമണീയമായ ആ ഒരു ക്ലൈമറ്റിനോട് ഇണങ്ങിയിട്ട് ആ ഒരു മലയും രൂപപ്പെട്ടിട്ടുണ്ട്. രാജാവാണ് കേട്ടോ നിൽക്കുന്നത്, കല്ലും കയറ്റിയിട്ട് കട്ടപ്പുറത്ത്. എത്ര കാലമായി നിൽക്കാൻ തുടങ്ങിയിട്ടതാവും. അതിൻ്റെ ബാക്കിലൊക്കെ കല്ല് നോക്കിട്ടോ. പ്രകൃതി രമണീയമായ കാഴ്ചകൾക്കിടയിലൂടെയാണ് ഈ സങ്കടകരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കുന്നത്. മലകൾ, കാര്യങ്ങൾ, അതിൻ്റെ താഴ്വാരങ്ങളിലാണ് ഈ ഖനനം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നോക്കുമ്പോൾ നീണ്ട് കിടക്കുന്ന റോഡ്, ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാലാണ് ഈ പുല്ലുകളതാ, ഈ പുല്ലുകളുടെ ബാക്കിൽ മൊത്തം അതാണ് അവസ്ഥ. അങ്ങോട്ടൊക്കെ കുണ്ടുകളാണ്, നേരത്തെ കാണിച്ചതുപോലത്തെ കുണ്ടുകൾ. നല്ല പൊടിയും പാറിയിട്ട് അത്യാവശ്യം റോഡൊക്കെ ഇങ്ങനത്തെ അവസ്ഥയാണ്. കാരണം അത്രയും വലിയ വണ്ടികളല്ലേ പോകണം, അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കാണുന്ന മതിലുകൾക്കുള്ളിലെല്ലാം തന്നെ അതുപോലത്തെ കോറികളാണ് കാണാൻ സാധിക്കുന്നത്. ഗ്യാപ്പിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഉള്ളിലേക്കാണ് ഇറങ്ങാൻ പറ്റില്ല, കാരണം പലയിടത്തും സെക്യൂരിറ്റികളാണ്. അതുപോലെ തന്നെ ഈ പല ആൾക്കാരെ പ്രോപ്പർട്ടിയാണെന്നാണ് തോന്നുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ കല്ലുകളൊക്കെ കിട്ടില്ല, അതേപോലെ പല ഏരിയയും പല ആളുകളുടെ പ്രോപ്പർട്ടിയാണെന്ന് തോന്നുന്നുണ്ട്. അതിനൊക്കെ തന്നെ ഓരോ സെക്യൂരിറ്റിമാരൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. വല്ലാത്തൊരവസ്ഥയ്ക്കാട്ട് എത്തിയിട്ടുള്ളത്. ആ വാഹനങ്ങളൊക്കെ വരുന്നത് നോക്കിക്കോളി, പിന്നെ ഈ സൈഡിലൊക്കെ നോക്കിക്കോളി. മൊത്തത്തിൽ കോറികൾ തന്നെയാണ്, കോറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ഏരിയയിൽ. വണ്ടികളൊക്കെ താട്ടി ഒലഞ്ഞ് ആ വെള്ളത്തിൽ കൂടിയും ചളിവെള്ളത്തിൽ കൂടെ ഒക്കെയാണ് വരുന്നത്. എന്താലേ, ഈ ഒരു ഏരിയയിലേക്ക് നോക്കുമ്പോൾ നല്ല പ്രകൃതിരമണീയമായിട്ടുള്ള കുന്നിൻ ചെരുവുകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്ന റോഡിൻ്റെ അവസ്ഥയാണിട്ടത്. ഇതാവോ വണ്ടി, അവിടെ നോക്കുകയാണെങ്കിൽ അത്രയും ദൂരം ഇതേ അവസ്ഥയിൽ പോകണട്ടോ. ഇത് വല്ലാത്തൊരു ടാസ്ക് ആയിട്ടാ. ഇതാണ് കേട്ടോ അവസ്ഥ. എന്തൊരു കഥ. അങ്ങനെ നമ്മൾ കുറച്ച് മുന്നിലേക്ക് വന്നപ്പോൾ ഇതുപോലത്തെ ചെറിയൊരു ടൗൺ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ടൗണിലൊക്കെ തന്നെ വലിയ വലിയ വീടുകൾ കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ബിൽഡിങ്ങുകളൊക്കെ തന്നെ ചതുരാകൃതിയിലുള്ള രൂപത്തിലാണ് കാണാനും സാധിക്കുന്നത്. ഈ കാണുന്നതെല്ലാം തന്നെ ഗ്രാനൈറ്റ് കമ്പനികളാണ്. അതായത് അവിടെയൊക്കെ ഖനനങ്ങൾ നടക്കുന്നതിൻ്റെ ഓരോ പാർട്ടിസിപ്പേഷനായിട്ടുള്ള കമ്പനികൾ എന്ന് വേണമെങ്കിൽ പറയാം. ആ ലോറി പോയ പോക്കിൻ്റെ ഉഷാറാട്ടാ കാണുന്നത്. പൊടി കാര്യങ്ങളൊക്കെ ഇട്ട് പാറിയിട്ട് ഇത്രയും ലോഡ് വെച്ചിട്ട് എന്തിനാണ് ഈ പാച്ചിൽ പായുന്നത് മനസ്സിലാവാത്തത്. ഇവിടെയൊക്കെ കൂടുതലും ചെക്കന്മാരൊക്കെ ഉണ്ട്, ഡ്രൈവിംഗ് മേഖലയിലുള്ള ചെറിയ ചെറിയ ചെക്കന്മാർ വേഗം ലൈസൻസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടേ ഡ്രൈവിങ്ങിനായിട്ട് കയറണേ. ഇപ്പം കുറച്ച് നേരത്തെ ഒരു 12 വീലോ 14 വീലായിട്ടാണ് തോന്നുന്നുണ്ട്, ഒരു കട്ടിങ് ഉണ്ട് എൻ്റെ മുന്നിൽ വെച്ചിട്ട് കാറും കൂടി അത്രയും സ്പീഡ് പോകില്ല, അജാതി കട്ടിങ്.
ഇവിടത്തൊക്കെ വൃത്തിയുടെ കാര്യം എന്ന് പറയണതേ, അതായത് ഉള്ള സാധനങ്ങളൊക്കെ ഒഴിഞ്ഞ സ്ഥലം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കുന്ന ഇങ്ങനെ തള്ളുന്ന പരിപാടിയാണ്. നമ്മുടെ നാട്ടിലും ചില ഏരിയകളിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി നമ്മളെ ആൾക്കാരൊക്കെ കൂടുതൽ ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ അടുത്തുള്ള സാധനങ്ങളൊക്കെ തന്നെ നമ്മൾ തന്നെ സംസ്കരിക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ പഞ്ചായത്ത് എടുത്തുകൊണ്ട് പോകുന്ന രീതിയിലേക്കൊക്കെ മാറിയിട്ടുണ്ടല്ലോ. ഇവിടെ ആ ഒരു പ്രക്രിയ കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഒക്കെ ഏതെങ്കിലും ഏരിയയിൽ 2 കവറുണ്ടെങ്കിൽ അവിടെ 3-മതും 4-മതും 5-മതും, പിന്നെ 4 ദിവസം കഴിയുമ്പോൾ അവിടെ ഒരു വേസ്റ്റ് ഇടുന്നൊരു ഏരിയ ആയിട്ടാണ് മാറണേ. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. ATM നിൽക്കണ നോക്കിട്ടാ. ടൗണുകളിലെ ഘടനയായി കാണുന്നത്. ഇവിടെ പിന്നെ നിയമങ്ങളൊന്നും ആരും അനുസരിക്കാത്തത് കൊണ്ട് നമ്മളൊക്കെ അത്യാവശ്യം നിയമം പാലിച്ചു പോകുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല കേട്ടോ. തമിഴ്നാട്ടിൽ നിന്ന് എനിക്ക് ഏകദേശം കുറേ ഫൈൻ കിട്ടിയിട്ടുണ്ട്. ഏകദേശം 7400 രൂപയോളം ഫൈൻ ഇട്ട് വെച്ചതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അടച്ചിട്ടൊന്നുമില്ല, അവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഇതുവരെ പോലീസുകാർ ഫൈനും കൈയാണിക്കലും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ജീവിക്കാൻ സുഖമാണ്. കാരണം കേരളത്തിലത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആന്ധ്രാപ്രദേശിൽ വന്ന് ജീവിക്കാൻ സുഖമാണ്. കാരണം നമ്മളൊരു ചിട്ടയായ ജീവിതമുള്ള ആൾക്കാരാണ്. ഇവിടെ ആ ഒരു ചിട്ടയില്ല. അതായത് നമ്മൾ ഇന്ത്യൻ ഭരണഘടന നിർദ്ദേശിക്കുന്ന ചിട്ടയിലൂടെ ഒക്കെയാണ് നമ്മളെ കേരളത്തിലെ സിസ്റ്റങ്ങളൊക്കെ പോകുന്നത്. ഇന്ത്യൻ ഭരണഘടന നിശ്ചയിക്കുന്ന ആ ചിട്ടയിലൂടെ ആന്ധ്രാപ്രദേശിലെ കാര്യങ്ങളൊന്നും പോകുന്നില്ല എന്ന് എനിക്കിങ്ങനെ തോന്നുന്നുണ്ട്, പല കാര്യങ്ങളും. പിന്നീട് ആ ഒരു ടൗണും കഴിഞ്ഞു. പിന്നീട് ഇനി ഒരു ടൗണിലേക്ക് ഉള്ള ഒരു യാത്രയാണ്. അതിൻ്റെ ഇടയിൽ ഗ്രാമങ്ങൾ കിട്ടി. ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വീടുകളിലൊരു ഏരിയ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുള്ളൂ. ഗ്രാമങ്ങളെന്ന് പറഞ്ഞിട്ടൊരു വ്യത്യസ്തമായിട്ട് കാണിക്കാനൊന്നും ഇവിടെ ഇല്ല. ടൗണുകളിൽ വീട് കൂടുതലുണ്ടാവും, ഗ്രാമങ്ങളിൽ വീട് കുറവായിരിക്കും. പിന്നീട് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഗ്രാമങ്ങളൊക്കെ കാണണമെങ്കിൽ കൊണ്ടുവരാൻ ശ്രമിക്കും.